സൗദി, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, അമ്മാൻ, UAE 30% ഡയലക്റ്റുകളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന പ്രധാന ഒരു ക്വസ്റ്റ്യനാണ്, എല്ലാ രാജ്യങ്ങളുടെയും സംസാര ഭാഷ, അറബി സംസാര ഭാഷ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ കോഴ്സിലൂടെ എങ്ങനെയാണ് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുക എന്നുള്ളത്? അതെ, തീർച്ചയായും. ഒരു 70% ഏകദേശം എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ചില രാജ്യങ്ങൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ, എസ്പെഷ്യലി സൗദി, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, അമ്മാൻ, UAE 30% ഡയലക്റ്റുകളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട്, എന്ത് എന്നുള്ളൊരു വേർഡ്, ഇത് സൗദിയിൽ ഉപയോഗിക്കുന്നത് ഐഷ് ഓർ വഷ്. ഫോർ എക്സാമ്പിൾ ഇഷ് തബ്ഗ, വഷ് തബ്ഗ, വാട്ട് യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്. ഇനി ഖത്തർ, കുവൈറ്റ് ആൻഡ് ബഹ്റൈൻ, അവിടേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. വഷ് ഐഷ് എന്നല്ല, ഷുനു എന്നാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഷുനു സ്മക്കി ആഖി, ബ്രദർ വാട്ട് ഇസ് യുവർ നെയിം, നിൻ്റെ പേരെന്താണ്. ഇനി എമിറേറ്റ്സിൽ, UAE ഉപയോഗിക്കുന്നത് ഷു എന്നാണ്. ഷഖ്ബാറക്, ഷു ഖറാറക് യ മുഹമ്മദ്, മുഹമ്മദ് വാട്ട് ഇസ് യുവർ ഡിസിഷൻ, നിൻ്റെ തീരുമാനം എന്താണ്. അവിടേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു മാറ്റം വന്നു. ഇനി ഒമാനിലാണെങ്കിൽ 2 രൂപത്തിൽ യൂസ് ചെയ്യാറുണ്ട്, മു അതുപോലെ തന്നെ വഷ്. മു ഹാദ, വഷ് ഹാദ, വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്. ഇനി മാദ ഔ മാ, ഇത് രണ്ടും മോഡേൺ അറബിക്ക്, അതായത് അറബി സാഹിത്യ ഭാഷയിൽ ഉപയോഗിക്കുന്ന 2 വേർഡുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബേസിക്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ്, ഒരു ഭാഷയുടെ എല്ലാ തലങ്ങളും ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനോട് കൂടെ ലൈവായി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ലാംഗ്വേജ് നമുക്ക് മറ്റുള്ള ആളുകളോട് കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാൻ കഴിയുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷന് വേണ്ടിയും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. Gulf Arabic World. Speak Arabic proudly and confidently.